രംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും വകുപ്പ് മന്ത്രിക്കെതിരെ തന്നെയാണ് പ്രതിഷേധം ഉണ്ടാകുന്നത്. അത് സ്വാഭാവികമാണ്. കാലങ്ങളായി നമ്മൾ കാണുന്നതും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. ആരോഗ്യമന്ത്രി എന്നത് മാത്രമല്ല, മികച്ചൊരു മന്ത്രി എന്ന പ്രതിച്ഛായ തന്നെ തകർക്കാൻ ശ്രമം നടക്കുന്നത് പോലെയാണ്. KSU യൂത്ത് കോൺഗ്രസ് കടന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെല്ലാം അതിക്രമത്തെ ന്യായീകരിക്കുകയാണ്. മറ്റൊരു മന്ത്രിക്കും ഇല്ലാത്ത തരത്തിൽ എന്തുകൊണ്ടാവും പ്രതിഷേധം എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. മഹേഷ്, ഇപ്പം വനം മന്ത്രിക്കെതിരെ, വനം വകുപ്പ് നമുക്കറിയാം വന്യജീവി സംഘർഷമൊക്കെ അതിരൂക്ഷമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ എത്ര മനുഷ്യർക്കാണ് അതിന് പിന്നിൽ ജീവൻ നഷ്ടമായത്. പക്ഷേ വനം മന്ത്രിക്കെതിരെ പോലും ഇങ്ങനൊരു പ്രതിഷേധം ഉണ്ടായില്ല. പൊതുമരാമത്ത് മന്ത്രിക്കെതിരെ കണ്ടില്ല. മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ പോലീസ് സേനയിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ നിരന്തരം ചർച്ച ചെയ്യുന്നവരല്ലേ നമ്മൾ. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെ ഇതുപോലുള്ള ടാർഗറ്റഡ് അറ്റാക്കുകൾ നമ്മൾ കാണുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും വീണയെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ അറ്റാക്കുകൾ നടക്കുന്നത്? സേതു, ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അവർ മന്ത്രിയായിരുന്ന കാലയളവിൽ ഉണ്ടായ സംഭവങ്ങളുടെ പേരിലല്ല ഇപ്പോൾ ക്രൂശിക്കപ്പെടുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം ഈ ആദ്യത്തെ സംഭവം ഹർഷിനയുടെ സർജറിയുമായി ബന്ധപ്പെട്ട് അവരുടെ കത്രിയം ഇത്തരത്തിലേക്ക് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ എത്തുന്ന അവസ്ഥ വന്നു. അപ്പോൾ ഈ ഹർഷിനയുടെ സർജറി ഉണ്ടാകുന്നത് 2014 ആണ് ആദ്യത്തെ സർജറി. രണ്ടാം സർജറി 2017 ഈ രണ്ട് കാലയളവിലും മന്ത്രിയായിരുന്നത് വീണ ജോർജ് ആയിരുന്നില്ല. 2017 ഹർഷിനയ്ക്ക് ഈ സർജറി നടന്നപ്പോൾ ഈ കത്രിക മറന്നു വെക്കുന്ന സംഭവം ഉണ്ടായി എന്നുള്ളത് ഇപ്പോൾ വെളിവാക്കപ്പെട്ടിരിക്കുന്നു. ഈ കേസിനകത്ത് അന്വേഷണം നടക്കുന്നു. പ്രോസിക്യൂഷന് അനുമതി നൽകിയിരിക്കുന്നു ഡോക്ടർമാർക്കെതിരെ. നിയമ നടപടി അതിൻ്റെ രീതിയിൽ പോകുന്നു. പക്ഷേ ഹർഷിനയ്ക്ക് കൊടുത്ത സമാശ്വാസം അത് 2 ലക്ഷം രൂപ മാത്രമാണ് മന്ത്രിസഭാ യോഗം അനുവദിച്ചത്. അതിൽ കൂടുതൽ തുക വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. അവർ കോടതിയെ സമീപിച്ചിരിക്കുന്നു, പരാതിപ്പെട്ടിരിക്കുന്നു. 50 ലക്ഷം രൂപ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇക്കാര്യത്തിൽ അനുഭാവപൂർവമായ സമീപനം വീണ ഭാഗത്തുണ്ടായില്ല എന്നുള്ളതായിരുന്നു ഒരു ആരോപണം. രണ്ടാമത്തെ, ഇപ്പോൾ ഈ വിഷയം വീണ്ടും പ്രതിഷേധ സമരത്തിലേക്ക് കരിങ്കൊടി പ്രശ്നത്തിലേക്ക് എത്താൻ കാരണമായത് 2021 നടന്നൊരു സംഭവമാണ്. 2021 മെയ് 12 ഉഷ എന്ന സ്ത്രീയുടെ ശരീരത്തിലും ഇതുപോലെ തന്നെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവരുടെ ദേഹത്തു നിന്നും ഇതുപോലെ കത്രിക എടുത്തു മാറ്റാൻ മറന്നുപോകുന്ന അല്ലെങ്കിൽ അവരുടെ ശരീരത്തിനുള്ളിൽ തന്നെ നിക്ഷേപിക്കുന്ന തരത്തിലേക്ക് പോകുന്ന കാര്യം ഉണ്ടാവുന്നത്. അതിലും അത് പിന്നീട് ഇപ്പോൾ കണ്ടെത്തി അതിപ്പോൾ റിമൂവ് ചെയ്തിരിക്കുന്നു. ഈ 2 സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വീണ ജോർജ് മന്ത്രിയായിരുന്നില്ല. പക്ഷേ അതുകൊണ്ട് അവർക്ക് ഒരു കാര്യത്തിലും ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്ന് സമീപനം സ്വീകരിക്കാൻ കഴിയില്ല. ആ 2 വിഷയത്തിലും വീണ ജോർജ് എടുത്ത സമീപനം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ 2 വിഷയത്തിലും നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഡോക്ടർമാരെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവർ ഈ പറയുന്ന ഇങ്ങനെ ഈ ശസ്ത്രക്രിയ വിധേയരാക്കപ്പെട്ട് ശരീരത്തിൽ ഇത്തരത്തിലും വേദനാനുഭവം തയ്യാറായിട്ടില്ല. പക്ഷേ എന്തു പറഞ്ഞാലും ഈ വിഷയങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ വീണ ജോർജിനെതിരെയാണ് ശക്തമായ പ്രതിഷേധമുണ്ടായത്. അപ്പോൾ അവർ മന്ത്രിയായിരിക്കുന്ന കാലയളവിൽ ഉണ്ടായ വിഷയങ്ങളുടെ പേരിലല്ല എന്നിട്ട് കൂടിയും അതിശക്തമായ പ്രതിഷേധം വീണയ്ക്ക് നേരെ ഉണ്ടാകുന്നു. നമ്മൾ കോഴിക്കോട് കണ്ണൂർ കണ്ടതാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അവർ ട്രെയിൻ കയറാൻ വേണ്ടി വരുന്ന വീണ ജോർജും പോലീസിൻ്റെ സംരക്ഷണത്തിലാണ് അവർ വരുന്നത്. വരുന്ന സമയത്ത് പക്ഷേ അവരുടെ പ്രതിഷേധം ഉണ്ടാകുന്ന സൂചന പോലീസിൽ ഉണ്ടായിരുന്നില്ല എന്ന് ദൃശ്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. വളരെ പെട്ടെന്നാണ് ഇങ്ങനെ KSU പ്രവർത്തകർ അവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നത്. ഒരു മന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഒരു സ്ത്രീ കൂടിയാണ് അവർ. അവിടേക്കൊരു വനിതാ പ്രവർത്തക പോലും ആ സമരത്തിൽ ഉണ്ടായിരുന്നില്ല. അവർ പാഞ്ഞെടുക്കുന്നു. ആ സമയത്ത് പോലീസ് പ്രതിരോധം തീർക്കുന്നു. അതിനിടയിൽ മന്ത്രിക്ക് പരിക്കേൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സേതു ചോദിച്ച കാരണം എന്തുകൊണ്ടാണ് വീണയ്ക്കെതിരെ മാത്രം എന്നുള്ളതാണ്. കാരണം വീണ ജോർജ് മന്ത്രിയായിരിക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. ആരോഗ്യവകുപ്പ് എന്നുള്ളത് ദൈനംദിനമായിട്ട് തന്നെ സാധാരണ മനുഷ്യരുടെ, ഇടത്തരക്കാരായ മനുഷ്യരുടെ അവരുടെ ആശ്രയ കേന്ദ്രമാണ് ആശുപത്രികൾ. ആ ആശുപത്രികളിൽ വളരെ വലിയ പുരോഗതി കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ 10 വർഷക്കാലത്തിന് മുൻപ് ഉണ്ടായെന്ന് പറയുമ്പോൾ PK ശ്രീമതി മന്ത്രിയായിരുന്ന കാലം മുതൽ ഇങ്ങോട്ടേക്കാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും നമ്മുടെ ആശുപത്രികളിലൊക്കെ തന്നെയും വലിയ വികസനം ഉണ്ടാവുകയും പഴയ കെട്ടിടങ്ങൾ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാവുകയും കാത്തിലാവടക്കമുള്ള സൗകര്യങ്ങളൊക്കെ തന്നെയും ജില്ലാ ആശുപത്രികളടക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ കാത്തിലാബുകളൊക്കെ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം സ്വകാര്യ ആശുപത്രികൾക്കൊക്കെ തന്നെയും അവർ വളരെയധികം നേട്ടം കൊയ്യുന്നതാണത്. ഡയാലിസിസ് യൂണിറ്റുകൾ വരുന്നു. അപ്പോൾ അത്രയധികം വളരെയധികം സജ്ജീകരണങ്ങൾ നമ്മുടെ ആശുപത്രികളിൽ ഉണ്ടാകുന്നു. ഇത് അസ്വസ്ഥമാക്കപ്പെടുന്ന ഒരു മേഖല ഉണ്ട്, സ്വകാര്യ മേഖലയാണ്. ആ സ്വകാര്യ മേഖലയിലേക്ക് ഇപ്പോൾ സേതു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ബഹുരാഷ്ട്ര വിദേശ കുത്തക കമ്പനികൾ കടന്നു വരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ UDF അല്ലെങ്കിൽ കോൺഗ്രസ് ഇവർക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എന്തായാലും ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന ചെറിയ വിഷയങ്ങൾ പോലും വലിയ വിഷയമാക്കി ശ്രദ്ധ നേടാൻ കഴിയുമെന്ന് പ്രതിപക്ഷം നന്നായി അറിയാം. കാരണം ആരോഗ്യ മേഖലയിൽ അടക്കം നടത്തിയ മുന്നേറ്റങ്ങൾ
പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഒന്നാം പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖല പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന രീതിയിൽ തന്നെ കണ്ടുകൊണ്ടാണ് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. പക്ഷേ ആറന്മുളയിൽ വീണ ജോർജിന്റെ പേര് വീണ്ടും പറഞ്ഞു കേൾക്കുന്ന, ആറന്മുളയിൽ പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു പേര് അബിൻ വർക്കിയുടേതാണ്. കോൺഗ്രസിൽ നിന്ന് അബിൻ വർക്കിയുടെ പേരാണ് കേൾക്കുന്നത്. അപ്പം അതായിരിക്കുമോ ഒരുപക്ഷെ വീണയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള KSU യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിന് പിന്നിൽ? കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ വന്നപ്പോൾ നിയമസഭയിലടക്കം കുഞ്ഞുങ്ങളെ കൊല്ലുകയല്ല സാർ, സംരക്ഷിക്കുകയാണ് ഈ സർക്കാർ എന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രിയാണല്ലോ. തീർച്ചയായിട്ടും സേതു ഇക്കാര്യത്തിൽ ഒരു മാധ്യമപ്രവർത്തകയായിരുന്ന ആളാണ് വീണ ജോർജ്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയക്കാരുടെ മെയ്വഴക്കമൊന്നും വീണ ജോർജിന് ഉണ്ടാകില്ല. വീണ ജോർജിൻ്റെ പ്രതികരണങ്ങൾ പലപ്പോഴും ആ രീതിയിലേക്ക് തന്നെ അവരവരുടെ ശോഭം അടക്കമുള്ളവർ പ്രകടിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ സേതു പറഞ്ഞ പോലെ തന്നെ ആറന്മുള മണ്ഡലം ഒരു പൊതുവെ ഒരു UDF മണ്ഡലമായി കരുതപ്പെടുന്നതാണ്. ഇടതുപക്ഷം വളരെ കുറച്ച് തവണ മാത്രം ജയിച്ചിട്ടുള്ള കമ്മിറ്റർ രാമകൃഷ്ണനും KC രാജഗോപാലനും ഒക്കെ മാത്രം ജയിച്ചിട്ടുള്ള, പിന്നെ വീണ ജോർജിലൂടെ ആ മണ്ഡലം 2 തവണയായിട്ട് ഇപ്പോൾ LDFന് സ്വന്തമായി നിൽക്കുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിലേക്ക് ആ സീറ്റിൽ മത്സരിക്കാൻ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പേരാണ്. അതിൽ അബിൻ വർക്കി മാത്രമല്ല വിജയ് ഇന്ത്യയുടെ പേര് സജീവമായിട്ടുണ്ട്. അബിൻ വർക്കിക്കെതിരെ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവായിരിക്കും എന്തായാലും വീണയ്ക്കെതിരെ രംഗത്ത് വരാൻ സാധ്യത. അതുകൂടി യൂത്ത് കോൺഗ്രസ് വിഷയത്തിലൊക്കെ കരുത്ത് വരുന്നുണ്ടാവും. അപ്പോൾ ആ രീതിയിലേക്കുള്ള ടാർഗറ്റ് ചെയ്ത് നടക്കുന്നുണ്ടാവും. പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആരോഗ്യ മേഖല സമ്പൂർണ്ണ പരാജയമാണ് എന്ന് വരുത്തി തീർക്കുക എന്ന ശ്രമമുണ്ട്. ആ ശ്രമത്തെ പ്രതിരോധിക്കാൻ ഭരണ സംവിധാനത്തിന് കഴിയാതെ വരും എന്നാണ് അവർ കരുതുന്നത്. ആ നിലയിലേക്ക് വീണയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. മറ്റ് മന്ത്രിമാർക്കെതിരെ ഉണ്ടാകാത്ത ഇത്തരത്തിലേക്കുള്ള രൂക്ഷമായ പ്രതിഷേധങ്ങൾ ആരോഗ്യമന്ത്രിക്കെതിരെ ഉണ്ടാകുന്ന, വീണ ജോർജിനെതിരെ ഉണ്ടാകുന്ന സാഹചര്യം ഇതുകൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. ഓക്കെ മഹേഷ്, ശരി.